നമ്മളിപ്പോൾ ക്ലാവര എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് ആ ഒരു ടാറിങ് റോഡ് ഇവിടെ വരെ കഴിഞ്ഞു. അതായത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ടാറിങ് റോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ടൊക്കെ പോയി നോക്കാം, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് നോക്കാം. മൊത്തത്തിൽ വ്യൂവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. എടാ ഈ റൂട്ടില്ലേ, ഇതാണ് പിന്നെ മറ്റേ നമ്മുടെ വട്ടവടയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡ്. മനസ്സിലായോ? എന്തോ 16 കിലോമീറ്റർ ഉണ്ടേ ഉള്ളൂ ഇവിടുന്ന് വട്ടവട. എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് തന്നെയാണ്. ഇവിടെ നിർത്താടാ, മുന്നോട്ട് പോയി നോക്കാണോ? ഓ ഈ ഇട ഇതൊക്കെ ഇന്ന സെറ്റപ്പ് അല്ലേ, നോക്കി. ഇവിടെ താമസിക്കാൻ തോന്നുന്നു. മഴയൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലേ പാട്. ഇവിടെ വരെയൊക്കെ ഉള്ളു കേട്ടോ വഴി. തിരിച്ചാലോടാ. പശുക്കുട്ടി. അയ്യോ, അവരൊക്കെ ഒരുമാതിരി അവിടെ നോക്കുന്നേ. നമ്മൾ 2 കുതിരക്കുട്ടന്മാർ വരുന്നുണ്ട്. കുത്തുകൂടി ഒന്നും ചെയ്യല്ലേ, മൊത്തം പേടിപ്പിക്കുള്ളൂ. ഗ്രാമങ്ങളിലെ ആയതുകൊണ്ട് പാവങ്ങളാട്ടോ. നമ്മളായിട്ട് അവരെ ഒന്നും ചെയ്യായിരുന്നു മതി, അവരെ നമ്മളൊന്നും ചെയ്യത്തില്ല. നെടുങ്കണ്ടം ബോയ്സ് എന്നോ അവിടെ തന്നെ എഴുതി വെച്ചിരുന്നത്? ഏത് വാട്ടർഫോൾസ്? അപ്പോൾ മച്ചന്മാരെ, ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഒത്തിരി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിൽ വിഷമമുണ്ട്. നമുക്ക് പിന്നെ മൈക്ക് സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കുറവുണ്ട്. ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഒന്ന് വണ്ടി ഓടിച്ച് മടുത്ത് ഇവിടെ എത്തിയിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊന്നും തോന്നുന്നില്ല. കാഴ്ച കാണാതിരിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടില്ലേ, ഇത് കൊടൈക്കനാലിൻ്റെ അവസാനത്തെ ഗ്രാമമായിട്ടുള്ള
ക്ലാവരയാണ്. ക്ലാവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരൊന്നും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല, പക്ഷേ ഒത്തിരി പേര് വരുന്ന സ്ഥലമൊന്നുമല്ല. ഇതിനപ്പുറത്തുള്ള പൂണ്ടി വരെ എല്ലാവരും വരുന്നതാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് കേട്ടോ. ക്ലാവരയിലേക്ക് അതുപോലെ തന്നെ വണ്ടിയും കുറവാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു നൈസായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കാടിൻ്റെ നടുക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം. നോക്കട്ടെ എങ്ങനെ ആ അവസ്ഥ എന്നൊക്കെ. ഇവിടുത്തെ കുറേ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഒരേ